ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മോങ്കോ ഡിബിയിലെ അഗ്രിഗേഷൻ പൈപ്പ്ലൈൻ ഫ്രെയിംവർക്ക് ആണ്. ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനു. നമ്മൾ വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ഈ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി PHP ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് ജെഎസിന്റെ ഒക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ആദ്യം എന്താണ് ഈ അഗ്രിഗേഷൻ പൈപ്പ്ലൈൻ? ഇത് മോങ്കോ ഡിബിയിലെ ഒരു പവർഫുൾ ഫ്രെയിംവർക്ക് ആണ് അഗ്രിഗേഷൻ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ SQL MySQL ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അഗ്രിഗേഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മൾ ബേസിക് ആയിട്ടുള്ള അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാ? സമ്മ്, കൗണ്ട്, ആവറേജ്, ഇതുപോലുള്ള. അപ്പൊ ഇതുപോലുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് മോങ്കോ ഡിബിയിലെ കളക്ഷൻസിലുള്ള ഡോക്യുമെന്റ്സിന്റെ മേലെ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണ് അഗ്രിഗേഷൻ പൈപ്പ്ലൈൻസ് ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ ഓൾറെഡി മോങ്കോ ഡിബിയിലെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഫൈൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റൂലേ? അതായത് ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം, പ്രൊജക്ഷൻ ചെയ്യാം, സ്പെസിഫിക് ആയി എന്തെങ്കിലും ഫിൽട്രേഷൻ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ടൊരു അഗ്രിഗേഷൻ പൈപ്പ്ലൈനിന്റെ ആവശ്യം? ഈ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ടാസ്ക് ഒക്കെ ചെയ്യാം. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് വരുമ്പം, അതായത് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പിന്നെ അതിനെ സോർട്ട് ചെയ്ത് എഗെയിൻ എന്തെങ്കിലും ഒരു ഫിൽട്രേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് വരുമ്പോൾ ബേസിക് ഫൈൻഡ് മെത്തേഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള റിസൾട്ട് കിട്ടില്ല. ഇനി എന്താണ് ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചറാണ് ഉള്ളത്. അവിടെ നമുക്ക് നമ്മളിപ്പോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കൊറി കൊടുത്തെന്ന് വിചാരിച്ചോ. ഈ കൊറിയിനെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റേജിലും ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കും. അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് പൈപ്പ് ലൈൻസ് ആണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഈ സീരീസ് ഓഫ് സ്റ്റേജ് ഉണ്ടാവും. ഓരോ സ്റ്റേജിലും സ്പെസിഫിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്യും. ഇനി ഓരോ സ്റ്റേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേജസ് വേണം, അതിൽ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ ഒരു സ്റ്റേജ് ചിലപ്പോൾ ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ആയിരിക്കും. മോങ്കോഡിബിന്റെ ഷെല്ലില് ഒരു അഗ്രിഗേഷൻ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെ സിന്റാക്സ് DB ഡോട്ട് കളക്ഷന്റെ നെയിം കൊടുക്കുക, അഗ്രിഗേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇതിൽ അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജിനും കൊടുക്കുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു അഗ്രിഗേഷൻ പൈപ്പ് ലൈനിന്റെ ബേസിക് സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ ഡാറ്റാബേസ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു സ്കൂൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ സ്റ്റുഡൻസ് ഡാറ്റാബേസിലെ ഡാറ്റ. ഇതിൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതിൽ ഒരു ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ID, നെയിം, ഏജ്, ക്ലാസ്സസിന്റെ ഉള്ളിൽ ഓരോ സബ്ജക്റ്റും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. ഇനി എന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 14 വയസ്സുള്ള സ്റ്റുഡൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം. അതാണ് എന്റെ ഫസ്റ്റ് റിക്വയർമെന്റ്. ആ റിസൾട്ടിൽ നിന്ന് എനിക്ക് സബ്ജക്ട് വൈസ് ഗ്രൂപ്പ് ചെയ്യണം. അതായത് ഈ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഓരോ സബ്ജക്റ്റിന്റെയും എത്ര മാർക്കാണ് വാങ്ങിയിരിക്കുന്നത്, സബ്ജക്ട് വൈസ് ടോട്ടൽ എടുത്ത് അതിനെ സോർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഫിൽട്ടർ ചെയ്യണം, അത് കഴിഞ്ഞ് സബ്ജക്ട് വൈസ് ഗ്രൂപ്പ് ചെയ്യണം, ലാസ്റ്റ് സ്റ്റെപ്പ് സോർട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൈപ്പ് ലൈനിന്റെ സാമ്പിൾ ആണിത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മാച്ച് ആണ് അല്ലെ. എന്താണ് മാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ബേസിക് ഡെഫിനിഷൻ. filters the document stream, allow only matching documents to passed unmodified into the next pipeline stage. അതായത് നമ്മളിപ്പോ ഒരു നമ്മൾ നേരത്തെ കണ്ട സ്റ്റുഡൻസിന്റെ ഡോക്യുമെന്റ് എടുക്കുക. അവിടെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഒരു ഫിൽട്ടർ കണ്ടീഷൻ ആയിരുന്നു അല്ലേ. അപ്പൊ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മാച്ച് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. മാച്ച് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന, അത് പാസ് ആവുന്ന ഡോക്യുമെന്റ്സ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കും. എന്നിട്ട് അതായിരിക്കും ഈ ഡോക്യുമെന്റിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അൺബൈൻഡിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ, CLS കൊടുത്തിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ സിന്റാക്സ് എന്തായിരുന്നു? DB ഡോട്ട് കളക്ഷൻ നെയിം സ്റ്റുഡൻസ് ഡോട്ട് അഗ്രിഗേറ്റ് അല്ലെ. ഇതിന്റെ അകത്ത് അറേന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ സ്റ്റേജസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്
ഫിൽറ്ററിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് മാച്ച് എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോളർ സിമ്പിൾ മാച്ച് കൊടുക്കുക. എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് കണ്ടീഷൻ കൊടുക്കുക. നമ്മുടെ ഇവിടെ കണ്ടീഷൻ എന്താ? ഏജ് 14 ആയിരിക്കണം. നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത് 14 ഏജ് ഉള്ള സ്റ്റുഡൻസിന്റെ ഡോക്യുമെന്റ്സ് മാത്രം ഈ കളക്ഷനിൽ നിന്ന് ഫിൽറ്റർ ചെയ്യണം. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇവിടെ 14 ഏജ് ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ ഫെച്ച് ചെയ്തെടുത്തു. ഇതാണ് ബേസിക്കലി മാച്ച്. ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മുടെ പൈപ്പ് ലൈനിലെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് എന്താന്ന് വെച്ചാൽ അൺവൈൻഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിക്കും സെക്കൻഡ് സ്റ്റേജ് എന്തായിരുന്നു? ഗ്രൂപ്പിംഗ് ആണെന്നല്ലേ. നമുക്ക് 14 ഏജ് ഉള്ള സ്റ്റുഡൻസിന് കിട്ടിയാൽ സബ്ജക്ട് വൈസ് ടോട്ടൽ കണ്ടുപിടിക്കണം. അതായിരുന്നു അല്ലെ. മാത്സിന് എത്രയാണ്, ഇംഗ്ലീഷിന് എത്രയാണ്, എല്ലാ സ്റ്റുഡൻസും കൂടെ മാത്സിന് വാങ്ങിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് ഇത്ര, ഇംഗ്ലീഷിന് വാങ്ങിയിരിക്കുന്നത് ഇത്ര, സയൻസിന് വാങ്ങിയിരിക്കുന്നത് ഇത്ര. പക്ഷെ അതിന്റെ രണ്ടിനെയും കൂടെ ഞാൻ ഇവിടെ ഒരു മാത്സ് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ഈ മാത്സിനും ഗ്രൂപ്പിങ്ങിനും ഇടയ്ക്ക് ഞാനൊരു അൺവൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ അൺവൈൻഡ്? ഇതാണ് അൺവൈൻഡിന്റെ ഡെഫിനിഷൻ. ബ്രേക്സ് ആൻ അറേ ഫീൽഡ് ഫ്രം ദി ഇൻപുട്ട് ഡോക്യുമെന്റ്സ് ആൻഡ് ഔട്ട്പുട്ട് വൺ ഡോക്യുമെന്റ് ഫോർ ഈച്ച് എലമെന്റ്. അതായത് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ ക്ലാസ്സസ് നോക്കിക്കേ. ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. ഒരു ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേയുണ്ട്. അതിൽ ഓരോ സബ്ജക്റ്റും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേഡും ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇതിനെ അൺവൈൻഡ് ചെയ്യണം. അൺവൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റിനെ സെപ്പറേറ്റ് ആക്കണം. ഈ അരേന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ആയിട്ട് ഈ ഡോക്യുമെന്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ സ്പ്ലിറ്റിന് വേണ്ടിയിട്ടാണ് ഈ അൺവൈൻഡ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇനി എത്ര ഡോക്യുമെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ആണോ ഈ അരയിലുള്ളത് അത്രയും എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ ഡെഫിനേഷനിൽ സെക്കൻഡ് പാർട്ട് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് വിൽ ബി ഹാവ് സെയിം ഫീൽഡ്. ബട്ട് ഈ ഡോക്യുമെന്റ്സിലെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരിക്കും. നെയിമും ഏജും ഒക്കെ. അരയിൽ മാത്രം ചേഞ്ച് വരും. അപ്പൊ അരയിൽ ഒരു സിംഗിൾ എലമെന്റും അറ്റ് ടൈമിലുള്ള പോലെ അരേനെ ചേഞ്ച് ചെയ്യും. അപ്പം അതാണ് ഇതിന്റെ ബാക്കി ഡെഫിനേഷനിലുള്ളത്. ഫോർ ഈച്ച് ഇൻപുട്ട് ഡോക്യുമെന്റ് n ഔട്ട്പുട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. n എന്ന് പറയുന്നത് അരയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഇംപ്ലിമെന്റ് ചെയ്യാം. അഗൈൻ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇത് നമ്മൾ പ്രീവിയസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മാച്ചിന്റെ സ്റ്റേജ് ആണ്. ഇവിടുന്ന് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റ് പോലെ കർലി ബ്രേസസ് കൊടുക്കുക, കോമ ഇട്ടിട്ട് ഇതിന്റെ അകത്ത് അൺവൈൻഡ് ചെയ്യാം. അപ്പൊ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺവൈൻഡ് എക്സ്പ്രഷനും ചെയ്യേണ്ട ഡോക്യുമെന്റ് ഫീൽഡും കൊടുത്താൽ മതി. എനിക്കിവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അരേ ഫീൽഡിനെയല്ലേ ചെയ്യേണ്ടത്. നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഡോളർ സിമ്പിൾ ഇട്ടിട്ട് വേണ്ടോ കൊടുക്കാൻ. ക്ലാസ്സസ് എന്ന് കൊടുക്കുന്നു. ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ. 14 ഏജ് ഉള്ള സ്റ്റുഡൻസിനെ എടുത്താൽ ആലീസ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് നമുക്ക് എത്രയായിരുന്നു പ്രീവിയസ് നോക്കുക. ആലീസ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് 3 സബ്ജക്റ്റ് ഉണ്ടല്ലേ. അപ്പൊ ഇതിൽ എന്തായിരിക്കും? 3 ഡോക്യുമെന്റ് ആയിട്ട് ഈ ആലീസിന്റെ ഡീറ്റെയിൽ സ്പ്ലിറ്റ് ആവും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആലീസ് ഏജ്, മാത്സിന് ഒരു ഡോക്യുമെന്റ്, ഇംഗ്ലീഷിന് ഒരു ഡോക്യുമെന്റ്, ഹിസ്റ്ററിക്ക് ഒരു ഡോക്യുമെന്റ്. രണ്ടാമത്തെ ചാർലിക്കും സെയിം തന്നെ. അങ്ങനെ ഓരോ സ്റ്റുഡന്റിന്റെയും ഡീറ്റെയിൽ അതിന്റെ ക്ലാസ് വൈസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അൺവൈൻഡ് ക്ലിയർ ആയില്ലേ. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അൺവൈൻഡ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ അൺവൈൻഡ് വന്നതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് അരേ ഫീൽഡ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, സിംഗിൾ ഫീൽഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റേജ് സബ്ജക്റ്റ് വൈസ് ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗ്രൂപ്പ് എക്സ്പ്രഷൻ കൊടുക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യുമ്പം എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ ഗ്രൂപ്പ് ചെയ്യേണ്ട കീ എന്താണ്? സബ്ജക്റ്റ് ആണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഇതിന്റെ ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡിന്റെ ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പൈപ്പ് ലൈനിൽ മാച്ചിൽ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന എല്ലാം അൺവൈൻഡിലേക്ക് വന്നു. അൺവൈൻഡിൽ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു അരേനെ ബേസ് ചെയ്ത്. അത് ഗ്രൂപ്പിലേക്ക് വന്നു. ഗ്രൂപ്പ് സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എത്ര സബ്ജക്റ്റ് ആണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണോ ആ ഡിസ്റ്റന്റ് ആയിട്ടുള്ള
ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് എടുക്കുന്ന സമയത്ത് എത്ര ഗ്രൂപ്പ് എലമെന്റ് ഉണ്ടോ അത്രയും ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ഒരു ഫീൽഡ് അക്യുമുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അക്യുമുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷനും ഗ്രൂപ്പ് ചെയ്യാനുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള കീയുമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഗ്രൂപ്പിംഗ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. എഗെയിൻ ഞാനിത് ക്ലിയർ ചെയ്യുവാണ്. അപ്പൊ ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് സബ്ജക്ട് വൈസ് ആണ്. അപ്പൊ സബ്ജക്ട് കിടക്കുന്നത് ക്ലാസ്സസ് എന്ന് പറഞ്ഞ അരയിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിന്റെ അകത്താണ്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ മാർക്കിനെയാണ്, ഇതിന്റെ ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ കീ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഈ ക്ലാസ് ഫീൽഡ് ആയിരിക്കും. വാല്യൂ ആയിട്ട് വരുന്നത് ഈ ഗ്രേഡ് ഫീൽഡ് ആയിരിക്കും എന്ന് ക്ലിയർ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന പൈപ്പ് ലൈൻ എടുക്കുന്നു. നമുക്ക് അൺവൈൻഡ് വരെ നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേർലി ബ്രേസ് കൊടുക്കുവാണ്. ഇവിടെ അൺവൈൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് അൺവൈൻഡ് പോലെ $ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. എക്സ്പ്രഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളറിലായിരിക്കും കേട്ടോ. എന്നിട്ട് എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന്, എന്തിനെ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യേണ്ട കീ കൊടുക്കണം ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എടുക്കുന്നതിന്റെ. രണ്ടാമത്, എന്ത് ഓപ്പറേഷൻ ആണ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ കീ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിന്റെ അണ്ടറിൽ _ID എന്ന് കൊടുക്കണം. ഇത് ബിൽറ്റിൻ ആയിട്ടുള്ളതാണ് കീന്റെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി കീ എന്തായിരുന്നു? നമ്മൾ അൺവൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ക്ലാസ്സസിലെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീൽഡാണ് കീ ആയിട്ട് വരുന്നത് അല്ലെ. കീ കൊടുക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിന്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഒരു പുതിയ ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ടോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അത് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടതെന്ന് കൊടുക്കുന്നു. ഇതിന് നമുക്ക് ബിൽറ്റിൻ ആയിട്ട് അൺവൈൻഡും ഗ്രൂപ്പും ഒക്കെ പോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, സമ്മ് എന്ന് പറഞ്ഞിട്ട്. സം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കൗണ്ട് സം എന്നൊക്കെ SQL യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ $സം എന്ന് കൊടുക്കുന്നു. ഇനി എന്തിന്റെയാണ് സം കണ്ടുപിടിക്കേണ്ടത്? എഗെയിൻ ഡബിൾ കോട്ട്സിൽ ക്ലാസ്സസിൽ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിന്റെയാണ് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. ആദ്യം ഗ്രൂപ്പ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഗ്രൂപ്പ് എക്സ്പ്രഷനിൽ നമ്മൾ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എടുക്കേണ്ട കീയും അതുപോലെ അതിന്റെ അക്യുമുലേറ്റ് ചെയ്യേണ്ട ഓപ്പറേഷനും കൊടുക്കുക. കീ ആയിട്ട് ID എന്ന് പറഞ്ഞിട്ടുള്ള കീയിലാണ് അതിന്റെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. വാല്യൂവിൽ നമ്മൾ ഡോക്യുമെന്റിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഫീൽഡ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് റിസൾട്ട് അസൈൻ ചെയ്യേണ്ട ഒരു പുതിയ ഫീൽഡ് ഞാൻ ടോട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സം ആണ് ചെയ്യേണ്ടത് ക്ലാസ്സസിൽ ഗ്രേഡിന്റെ. എൻ്റർ അടിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു ID ആയിട്ട് വരുന്നത് സബ്ജക്റ്റും റഫീന്റെ ടോട്ടൽ, ഹിസ്റ്ററിന്റെ ടോട്ടൽ, ഇംഗ്ലീഷ്, മാത്സ് ഓരോ സബ്ജക്റ്റും അതിന്റെ കറസ്പോണ്ടിങ് ടോട്ടലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അഗ്രിഗേഷൻ പൈപ്പ് ലൈനിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ചെയ്തു, മാച്ച് ചെയ്തു, അൺവൈൻഡ് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് സിമ്പിൾ ആണ്. എനിക്ക് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്യണം. അതായത് എനിക്ക് ഗ്രേഡിന്റെ ബേസിൽ ഇതിനെ സോർട്ട് ചെയ്യണം. ഇവിടെ ടോട്ടൽ ഗ്രേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സോർട്ട് ചെയ്യണം. സോർട്ട് അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ $സോർട്ട് എന്നാണ് അതിന്റെ എക്സ്പ്രഷൻ. അതിന്റെ അകത്ത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ സോർട്ട് ചെയ്യേണ്ടത് ആ ഫീൽഡിന്റെ നെയിം കൊടുക്കുക. എന്നിട്ട് 1 -1 1 ആണെങ്കിൽ അസെൻഡിങ് ഓർഡർ, -1 ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യും. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പ് ലൈൻ എടുക്കുന്നു. അതിൽ നെക്സ്റ്റ് നാലാമത്തെ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേജിൽ നമ്മൾ സോർട്ട് എന്നാണ് അതിന്റെ എക്സ്പ്രഷൻ. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡെഫിനേഷൻ ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ അകത്ത് എഗെയിൻ കെർലി ബ്രേസിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഏതാണ് ഫീൽഡ് എന്ന് കൊടുക്കുന്നു. എനിക്ക് ഇതിനകത്ത് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിനെയാണ് സോർട്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻപുട്ട് വരുന്നത് നമ്മൾ ഇവിടെ കാണുന്ന ഇതായിരിക്കുമല്ലോ. അതായത് ID ഉണ്ടാവും, ടോട്ടലും ഉണ്ടാവും. ടോട്ടല് നെക്സ്റ്റ് എനിക്ക് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ 1 കൊടുക്കുന്നു. അപ്പൊ മാർക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിലോ 1 പകരം -1 കൊടുക്കുക. ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റ് ആദ്യം വന്നു, കുറവുള്ള സബ്ജക്റ്റ് ലാസ്റ്റ് വന്നു ടോട്ടൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ സോർട്ട് ഇത്രയേ ഉള്ളൂ.
ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് സ്കിപ്പ് ആണ് ചെയ്യേണ്ടത്. അതായത് എനിക്ക് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് സ്റ്റേജിൽ നിന്ന് ഒരു റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ, സോർട്ട് ചെയ്തിരിക്കുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഇത്ര നമ്പർ ഓഫ് ഡോക്യുമെന്റ്സിന് എനിക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചാൽ മതി. അതായത് ആദ്യത്തെ ഒരെണ്ണത്തിന് സ്കിപ്പ് ചെയ്യണം, അല്ലെ ആദ്യത്തെ 10 എണ്ണത്തിന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചാൽ മതി. അപ്പൊ ആ പേര് പറയുന്ന പോലെ തന്നെ സ്കിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. എഗെയിൻ ഞാനൊരു സ്റ്റേജ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുവാണ്. കോമ ഇട്ടിട്ട് കേർലി ബ്രേസിന്റെ ഉള്ളില് സ്കിപ്പ് എന്നാണ് അതിന്റെ എക്സ്പ്രഷൻ നെയിം. ഇനി എത്ര നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ കൗണ്ട് കൊടുത്താൽ മതി. എനിക്കിവിടെ 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 2 എണ്ണം റിട്ടേൺ വന്നാൽ മതി. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഓൾറെഡി നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്, അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ 85ഉം 352ഉം പോയിട്ട് ബാക്കിയുള്ള 445ഉം 451ഉം റിസൾട്ട് വരും. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുവാണെങ്കിലോ, -1 കൊടുത്ത് സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, 445നെ 451നെ സ്കിപ്പ് ചെയ്തിട്ട് 352ഉം 85ഉം റിട്ടേൺ വരും. ഇത്ര നമ്പർ ഓഫ് ഡോക്യുമെന്റ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത്രയും ഡോക്യുമെന്റ്സ് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ളത് വരും. ഇനി എനിക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ലിമിറ്റ് ആണ്. എനിക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇത്ര നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് വന്നിട്ടുണ്ട്, ആ ഡാറ്റയെ എനിക്ക് ലിമിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു 10 ലക്ഷം റെക്കോർഡ്സ് ഒരു ഇന്റർഫേസിലേക്ക് ലോഡ് ചെയ്യാന്ന് വിചാരിച്ചോ. നമ്മൾ ഒരിക്കലും ഈ 10 ലക്ഷത്തിന് ഇന്റർഫേസിലേക്ക് ലോഡ് ചെയ്യാറില്ല അല്ലെ. പകരം നമ്മളിവിടെ പേജിനേഷൻ അപ്ലൈ ചെയ്യും. പേജിലെ നമ്പർ ഓഫ് റെക്കോർഡ്സിന്റെ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രയും റെക്കോർഡ്സ് മാത്രമല്ലേ പേജിലേക്ക് വരുള്ളൂ. ഇപ്പൊ 10 എന്നാണ് ലിമിറ്റ് കൊടുത്തതെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്ന് ആദ്യത്തെ 10 റെക്കോർഡ്സ് എടുത്തിട്ട് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യും. സെയിം എഫക്റ്റ് തന്നെയാണ് മോംഗോഡിബിയിലും ഉള്ളത്. അപ്പൊ നമുക്കിവിടെ സ്കിപ്പ് ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ലിമിറ്റ് ചെയ്യേണ്ടത് 1 ആണെന്ന് വിചാരിച്ചോ. സോ ഞാൻ എഗെയിൻ ലാസ്റ്റ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുവാണ്. $ലിമിറ്റ് ആണ് അതിന്റെ എക്സ്പ്രഷൻ. ഇതിൽ നമ്മൾ ലിമിറ്റ് എടുക്കേണ്ട നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് കൊടുക്കും, ലിമിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് കൗണ്ട് കൊടുക്കുന്നു. നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നത്. എനിക്ക് ഒരു ഡോക്യുമെന്റ് ഫിൽട്ടർ ചെയ്താൽ മതി. സോ എന്ത് ചെയ്തു, ഇതിന്റെ റിസൾട്ട് 445ഉം 451 വരുന്ന സ്കിപ്പ് ചെയ്തു വന്ന റിസൾട്ട്, അതിൽ നിന്ന് ഫസ്റ്റ് ഡോക്യുമെന്റ് എടുത്തു. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി എൻറ്റയർ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്തു, അൺബൈൻഡ് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അറേ ഓഫ് ഡോക്യുമെന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. എനിക്കിവിടെ അറേ ഓഫ് ഈ സ്റ്റുഡൻസിന്റെ ഡാറ്റാബേസിൽ അറേ വന്നതുകൊണ്ടാണ് അൺബൈൻഡ് ചെയ്യേണ്ടി വന്നത്. അറേ ഓഫ് എലമെന്റ്സ് വന്നതുകൊണ്ടാണ്. അത് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും അൺബൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നള്ളായിരിക്കും റിസൾട്ട് വരിക. അൺബൈൻഡ് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു, സോർട്ട് ചെയ്തു, സ്കിപ്പ് ചെയ്തു, ലിമിറ്റ് ചെയ്തു. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എൻറ്റയർ പൈപ്പ് ലൈനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു അഗ്രിഗേഷൻ പൈപ്പ് ലൈനിന്റെ ബേസിക്സ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് അഗ്രിഗേഷൻ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം, ഔട്ടും പ്രൊജക്റ്റും കൗണ്ടും ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്